ഇന്ന് രാവിലെ കർമ്മ ന്യൂസ് ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. സഖാവായാലും സംഖ്യയായാലും കണ്ണ് ചക്രക്കുടത്തിൽ തന്നെ. വിഷയം അയോധ്യ രാമക്ഷേത്രത്തിൽ ഭക്തർ നൽകിയ സംഭാവന വൻതോതിൽ കട്ടെടുത്ത് ആഡംബര ജീവിതം നയിച്ച ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. എന്തായാലും ആ വാർത്തയ്ക്ക് താഴെ വന്ന കമന്റുകളാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതിൽ എല്ലാ കമന്റ്സും എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒരു കമന്റ് പറഞ്ഞത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുമ്പോഴുള്ള ആ മോഡി മുഖത്ത് കാണുന്നില്ലല്ലോ, ഇത് കർമ്മയല്ല, ഇത് എന്റെ കർമ്മചേച്ചിയല്ല, ഇങ്ങനെയൊക്കെ കുറെ കമന്റുകൾ. കാരണം അവർ വിശ്വസിക്കുന്നത് BJP എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ BJP-ക്കാരായ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശമായ തരത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ കർമ്മ അതിനെതിരെ പ്രതികരിക്കില്ല. അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നതിന് കാരണം കർമ്മയ്ക്ക് വൻതോതിലുള്ള സംഭാവന BJP-ക്കാരിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ്. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വാചകം അത് നിങ്ങൾ ഓർക്കുമല്ലോ. അതായത്, രാജ്യത്തെ ഗ്രസിക്കുന്ന ചിതലു പോലെയുള്ള അഴിമതി എന്ന ആ ഒരു സംഭവത്തെ, ആ ഒരു വിഷയത്തെ താൻ തുടച്ചു നീക്കും, അതിനു വേണ്ടിയിട്ടാണ് താൻ അധികാരത്തിൽ വന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അഴിമതിക്കെതിരെ, അഴിമതി എന്ന് പറയുന്ന വാക്ക് തൊട്ട് തീണ്ടാൻ അദ്ദേഹത്തെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവനക്കാരെയോ ഒന്നും അനുവദിക്കാത്തൊരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് നമുക്കറിയാം. രാജ്യത്ത് അഴിമതി എന്നൊന്നിനെ തുടച്ചു മാറ്റാൻ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാം. അദ്ദേഹം 100% അഴിമതി വിരുദ്ധനാണ്, അദ്ദേഹം ഫ്രീ ആണ്, അഴിമതിയിൽ നിന്ന് അദ്ദേഹം ഫ്രീ ആണ് എന്നുള്ളതും നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭരിക്കുന്ന രാജ്യത്ത് ഈ രീതിയിൽ ഒരു സംഭവം ഉണ്ടായാൽ ഇത് യോഗിയുടെ നാടാണോ? ഉത്തർപ്രദേശിൽ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇത് പിണറായി വിജയൻ ഭരിച്ച കേരളമല്ല, ഇത് ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ ആക്രമണത്തിന് നല്ല രീതിയിൽ അതിന്റെ ഈ ഒരു മോഷണം നടത്തിയതിന് അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു രാമക്ഷേത്രത്തിലെ സംഭാവനകൾ കട്ടുമുടിച്ചതിന് അതിൻ്റെതായ ഫലം, അതിൻ്റെതായ ഒരു ശിക്ഷാ നടപടികൾ അവിടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഡീലൊക്കെ അവസാനിച്ചോ? ഇനി പുതിയ ഡീലിലേക്ക് ഒപ്പിടാൻ പോവുകയാണോ? ഈ രീതിയിലാണ് പ്രേക്ഷകർ പലരും കമന്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾ അഴിമതിക്കൊപ്പമല്ല എന്ന് പറയാനാണ് ആ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് ആരുമായിട്ടും ഒരു ഡീലുമില്ല, ആരിൽ നിന്നും ഞങ്ങൾ സംഭാവനകൾ സ്വീകരിക്കാറുമില്ല. എന്തായാലും അത് ഇപ്പോൾ നാളെ കമ്മ്യൂണിസ്റ്റുകാർ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, ഞങ്ങൾ അതും പറയും. കോൺഗ്രസ്സുകാർ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, ഞങ്ങൾ അതും പറയും. BJP-ക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, ഞങ്ങൾ അതും പറയും. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ BJP-യുടെ വാർത്തകൾ ചെയ്യുന്നത് കൊണ്ടും മോദി അനുകൂല വാർത്തകൾ ചെയ്യുന്നത് കൊണ്ടും 100% BJP-ക്കാർ എന്തും ചെയ്താൽ കണ്ണടച്ചിരിക്കുമെന്നല്ല അതിനർത്ഥം. അഴിമതി എന്ന് പറയുന്ന ആ വിത്ത്, അഴിമതി എന്ന് പറയുന്ന ആ ചിതലിനെ, രാജ്യത്തെ ഇല്ലാതാക്കുന്ന, രാജ്യത്തെ കാർന്ന് നശിപ്പിക്കുന്ന ആ ചിതലിനെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, എന്തൊക്കെ വാർത്തകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും, അതിപ്പോ ആർക്കെതിരെ ആയാലും അത് ഞങ്ങൾ നൽകിയിരിക്കും എന്നത് തന്നെയായിരുന്നു രാവിലത്തെ സഖാവായാലും സംഖ്യയായാലും കണ്ണ് ചക്രക്കുടത്തിൽ തന്നെ എന്ന വാർത്തയുടെ ഉദ്ദേശം. BJP-ക്കാരായാലും കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും അങ്ങനെ പറയുമ്പോഴല്ലേ, അതല്ലേ മാധ്യമധർമ്മം എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാതെ എന്തെങ്കിലും ഒരു വാർത്ത എതിരായി ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സംഭാവന കഴിഞ്ഞോ, ഡീല് കഴിഞ്ഞോ എന്നുള്ള ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊന്നും നടത്താതിരിക്കും. ഞങ്ങൾ നേരിന്റെ വഴിയിലാണ്. നല്ല കാര്യങ്ങൾ, അതിപ്പോൾ കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വാർത്തകൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായി റിലേറ്റ് ചെയ്ത വാർത്തകൾ, അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ BJP അനുകൂല പ്ലാറ്റ്ഫോം ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശരി തന്നെയാണ്. അങ്ങനെ ഒരു ഇമേജ് ഞങ്ങൾക്ക് ഉള്ളപ്പോൾ തന്നെ BJP-ക്കാർ എന്തെങ്കിലും തെറ്റായി ചെയ്താൽ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നതല്ല മാധ്യമധർമ്മം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.